ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് റിപ്പീറ്റ് ചെയ്തു വരുന്ന സംഖ്യകളുടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് ട്രിക്കാണ്. ആദ്യം നമുക്ക് ആ റൂൾ എന്താണെന്ന് മനസ്സിലാക്കാം. 11, 22, 33, 44 എന്താണ് ഈ സംഖ്യകളുടെ പ്രത്യേകത? ഒരു സംഖ്യ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇവിടെ 1 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അപ്പൊ 11. ഇവിടെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അപ്പൊ 22. 3 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, 33. അപ്പൊ അങ്ങനെ പോയേക്കുവാണ്. അങ്ങനെയുള്ള സംഖ്യകളെ എല്ലാം എനിക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ആദ്യത്തെ റൂള്. ഇനി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകൾ, ഇപ്പം 23 23 ഈ സംഖ്യ നോക്കൂ, 54 54. അതായത് 54 എന്ന് പറയുന്ന സംഖ്യ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, അതായത് 2 ഡിജിറ്റ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. 91 91 88 88. അങ്ങനെ 2 സംഖ്യകൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ അതിനെ എനിക്ക് 101 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത റൂള്, 3 സംഖ്യകൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് 4 8 9 4 8 9 5 2 1 5 2 1. അപ്പോ 3 സംഖ്യകൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ അതിനെ എനിക്ക് 1001 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ നോക്കാം. 25 25 ഈസ് ഡിവിസിബിൾ ബൈ. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി 101 ആണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതിൽ ഓരോ ഓപ്ഷന്റെയും ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആൻസർ കണ്ടെത്തും. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു റൂള് അറിയാവുന്നത് കൊണ്ട് ഡയറക്റ്റ് തന്നെ ഓപ്ഷൻ ഡി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. ഈ 1001ന്റെ കേസിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഡയറക്റ്റ് 1001 ആയിരിക്കത്തില്ല തരുന്ന, 1001ന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ സംഖ്യകളെ ഒന്നെങ്കിൽ 1001 അല്ലെങ്കിൽ 1001ന്റെ ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 1001ന്റെ ഫാക്ടറിൽ വരുന്നതാണ് 7 11 13 ഒക്കെ. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഓപ്ഷനിൽ 1001 കാണത്തില്ല. പക്ഷെ ഇവിടെ 101 എന്ന് പറഞ്ഞാൽ 101ന്റെ ഫാക്ടേഴ്സ് ഇല്ല, 101 പ്രൈം നമ്പറാ, 101 മാത്രമേ ഓപ്ഷനിൽ കൊടുക്കാൻ പറ്റൂ.